വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 നടക്കുമ്പോൾ BJPയുടെ കോൺഫിഡൻസ് വാനോളമായിരുന്നു. എന്നാൽ അതിനുശേഷം BJPക്ക് തിരിച്ചടി കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ കളം മാറ്റി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റി പ്രത്യേകമായ നടപടിക്രമങ്ങളൊക്കെ രൂപീകരിച്ച് പല സംസ്ഥാനങ്ങളിൽ നടത്തിയ അട്ടിമറിക്ക് ശേഷം ക്രമാതീതമായി BJPക്ക് ഏറ്റവും കൂടുതൽ MLA-മാരെയും ഏറ്റവും കൂടുതൽ രാജ്യസഭാ MP-മാരെയും കിട്ടി. സുപ്രീം കോടതി പോലും ഇപ്പോൾ BJPയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും അപകടകരമായ നാളുകളിലൂടെ ഈ രാജ്യം കടന്നുപോവുകയാണ്. ജനാധിപത്യത്തെ ധ്വംസിച്ചുകൊണ്ട് സ്വേച്ഛാധിപത്യം നടപ്പിലാക്കാനുള്ള എല്ലാ പഴുതുകളും നോക്കുകയാണ്. രാജ്യത്ത് ശുദ്ധമായത് എന്നൊന്ന് ഇപ്പോൾ ലഭിക്കാനില്ല. ശുദ്ധമായ വെള്ളം, ശുദ്ധമായിട്ടുള്ള ഇന്ധനം, ശുദ്ധമായിട്ടുള്ള വായു എല്ലാത്തിനെയും മലീരസമാക്കുന്നു. എന്നിട്ട് ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ ചെയ്തു കൂട്ടിയതാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്. 1947 എങ്ങും എവിടെയും എത്താതെ പിറകെ നിന്ന ഒരു രാജ്യം ഇന്ന് ഏതെങ്കിലുമൊക്കെ നിലയിൽ വികസിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ചെയ്തതിന്റെ തുടർക്കഥയാണ്. ഏതെങ്കിലും രീതിയിൽ പാലങ്ങളോ റോഡുകളോ പണിതതിന്റെ ഭാഗമായി മാത്രമാണ്. അല്ലാത്തപക്ഷം BJPക്ക് കോൺഗ്രസിനെ കുറ്റം പറയാൻ എന്ത് അവകാശമാണ് ഈ രാജ്യത്ത് അവർ നടപ്പിലാക്കിയത്? ഒരിക്കലുമില്ല. ഈ രാജ്യത്ത് മായം കലർന്ന സാധനങ്ങൾ എല്ലാ തരത്തിലും വിൽക്കുന്നതിൻ്റെ സാഹചര്യങ്ങളാണ് ഇപ്പോഴുള്ളത്. ഒരു രാജ്യത്ത് മായം ഏതൊക്കെ തരത്തിൽ കലർത്താം, ധാന്യവിളകളിലായിക്കോട്ടെ മറ്റ് ഏതൊക്കെ രീതിയിലായിക്കോട്ടെ, അതിലെല്ലാം മായം വലിയ തോതിൽ കലർത്തുകയാണ്. അത് BSI ഹോൾമാർക്ക് ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ മുദ്രകൾ ചാപ്പകുത്തി അതെല്ലാം പൊതുവിപണിയിലേക്ക് ഇറക്കാൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് അവരിൽ നിന്നും വലിയ തോതിൽ പണം ഇലക്ഷൻ ഫണ്ടിലേക്ക് എത്തിച്ച് BJP അവരുടെ ആസ്തി 10,000 കോടിയും കഴിഞ്ഞ് ഇപ്പോൾ 20,000 കോടിയിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. അത് വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടി പമ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ സംസ്ഥാനങ്ങളിൽ നേതാക്കന്മാരെ തഴച്ചു വളരാൻ അവർ സാഹചര്യമൊരുക്കും. ഇങ്ങനെയാണ് കള്ളപ്പണം അല്ലെങ്കിൽ അനധികൃതമായി സമ്പാദിക്കുന്ന പണം BJPയുടെ പ്രവർത്തകരിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് എന്നത് ഒരു പണം കൃത്യമായി സർക്കുലേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കൽ മാത്രമായി BJP കണക്കാക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പിൽ BJP പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും ജയിക്കാനുള്ള മെഷീൻ സംവിധാനങ്ങൾ അണിയറയിൽ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.